ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാ സേന. സുക്മ ബിജാപൂർ അതിർത്തിയിലെ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു. വൻ ആയുധശേഖരവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. നേരത്തെ ബിജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ 9 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. ഛത്തീസ്ഗഡിൽ ബിജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ 9 ജവാന്മാർ കൊല്ലപ്പെട്ടതിന് പിറകെയാണ് സുരക്ഷാ സേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായി സുക്മ ബിജാപൂർ അതിർത്തിയിലെ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടത്. ജില്ലാ റിസർവ് ഗാർഡ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, CRPF കോബ്ര യൂണിറ്റും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് സുക്മ SP കിരൺ ചവാൻ അറിയിച്ചു. ബിജാപൂർ ജില്ലയിലെ അവാപ്പള്ളി പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മുർദണ്ഡ ഗ്രാമത്തിൽ നിന്ന് ആയുധങ്ങളും ഭീകരർ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ഭീകരർ നടത്തിയ IED സ്ഫോടനത്തിൽ 9 ജവാന്മാർ വീരമൃത്യു വരിച്ചത്. ഇതിന് ശക്തമായ മറുപടി നൽകുമെന്ന് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു. ഈ ആഴ്ചയിൽ തന്നെ വിഷ്ണുപൂർ വനമേഖലയിൽ 48 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ 5 ഭീകരരെ വധിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.